നമസ്കാരം, ഞാൻ ഡോക്ടർ ശ്രീ പാർവതി. ഡ്രൈ ഐസ് എന്താണെന്നും ഇതിൻ്റെ ലക്ഷണങ്ങളും കാരണങ്ങളും പരിഹാര മാർഗങ്ങളും എന്തൊക്കെയാണെന്നും ഇന്നത്തെ വീഡിയോയിൽ നമുക്ക് നോക്കാം. ഇന്നത്തെ കാലത്ത് പലരെയും അലട്ടുന്ന പ്രശ്നങ്ങളിൽ ഒന്നാണ് ഡ്രൈ ഐസ്, അതായത് കണ്ണിന് വരുന്ന വരൾച്ച. നമ്മുടെ കണ്ണിലുണ്ടാകുന്ന ചൊറിച്ചിലും അതുപോലെ മണൽ തരികൾ കണ്ണിൽ വീണ പോലെ ഉണ്ടാകുന്ന ഒരു തോന്നലും ഒക്കെ ഉണ്ടാവാറുണ്ട്. പലപ്പോഴും ഇത് കോമൺ ആയിട്ട് കണ്ടുവരുന്നുണ്ട്. ഐ ഡ്രോപ്സ് വാങ്ങി ഒഴിക്കുമ്പോൾ ഇത് കുറയുന്നതായിട്ടും കാണാം. എന്നാൽ ഐ ഡ്രോപ്സ് ഒഴിക്കുന്നത് നിർത്തിക്കഴിഞ്ഞാൽ വീണ്ടും ഇതുണ്ടാവും. ഇന്നത്തെ കാലത്ത് കുട്ടികളിൽ മുതൽ പ്രായമായവരിൽ വരെ ഇങ്ങനത്തെ ലക്ഷണങ്ങൾ കണ്ടുവരാറുണ്ട്. കണ്ണുകൾ ആവശ്യത്തിന് കണ്ണുനീർ ഉൽപ്പാദിപ്പിക്കാത്തപ്പോഴോ കണ്ണുനീരിൻ്റെ ഗുണനിലവാരം മോശമാകുമ്പോഴോ ഉണ്ടാകുന്ന ഒരു സാധാരണമായിട്ടുള്ളൊരു നേത്രരോഗമാണ് ഡ്രൈ ഐസ് എന്ന് പറയുന്നത്. ഡ്രൈ ഐ രണ്ട് വിധത്തിലുണ്ട്. കണ്ണിലെ ലാക്രിമൽ ഗ്ലാൻഡിൽ നിന്നും കണ്ണുനീർ ഉൽപ്പാദിപ്പിച്ച് അത് നോർമലായി പോകുന്നു. എന്നാൽ ചിലപ്പോൾ ഇതേ രീതിയിൽ കണ്ണുനീർ ഉൽപ്പാദിപ്പിക്കാൻ സാധിക്കുന്നില്ല. ഇതിനെ അക്യൂട്ട് ഡെഫിഷ്യൻസി ഡ്രൈ ഐ എന്നാണ് പറയുന്നത്. കണ്ണുനീർ ഗ്രന്ഥിക്കുണ്ടാകുന്ന പ്രശ്നമാണ് ഇതിൻ്റെ കാരണം. പ്രത്യേകിച്ചും ഇച്ചിരി പ്രായം കൂടുതലുള്ളവരിലാണ് ഇത് കണ്ടുവരുന്നത്. മറ്റൊന്നാണ് ഇവാപ്രേറ്റീവ് ഡ്രൈ ഐ എന്ന് പറയുന്നത്. അന്തരീക്ഷത്തിലേക്ക് കണ്ണുനീർ ആവിയായി പോകുന്നു. ഇതിന് കാരണം നമ്മൾ കണ്ണ് നോർമലായിട്ട് ചിമ്മാതിരിക്കുമ്പോഴാണ് ഇങ്ങനെ വരുന്നത്. പ്രത്യേകിച്ച് ഒരുപാട് സ്ക്രീൻ ടൈം ഒക്കെ ഉണ്ടാക്കും, അതായത് ഒരുപാട് നേരം സ്ക്രീനിൽ നോക്കിയിരിക്കുമ്പോൾ, അതിപ്പോൾ മൊബൈൽ ആണെങ്കിലും ലാപ്ടോപ്പ് ആണെങ്കിലും TV ആണെങ്കിലും ഒക്കെ നമ്മൾ അറിയാതെ തന്നെ കണ്ണ് ചിമ്മാൻ മറന്നു പോകും. കണ്ണ് ചിമ്മാതിരിക്കുമ്പോൾ കണ്ണുനീര് സ്വാഭാവികമായി കണ്ണിൽ പരന്ന് കണ്ണിന് സ്വാഭാവികമായിട്ടും ഒരു ഈർപ്പമുണ്ടാവും. എന്നാൽ കണ്ണ് ചിമ്മാതിരിക്കുമ്പോൾ ഇങ്ങനെ നടക്കില്ല. ഇത് കണ്ണിന് വരൾച്ച ഉണ്ടാക്കുന്നു, കണ്ണുനീർ കുറയുന്നു, ഇത് കണ്ണിന് അസ്വസ്ഥത ഉണ്ടാക്കുന്നു. കൺപോളകളുടെ ഭാഗത്തായി ചെറിയ സുഷിരങ്ങളുണ്ട്. ഇവയാണ് കണ്ണുനീരിന് ആവശ്യമായ ലിപ്പിഡ് ലെയർ ഉണ്ടാക്കുന്നത്. എന്നാൽ അധികം ഗുണനിലവാരമില്ലാത്ത ഐലൈനർ പോലെയുള്ളവയോ കൺമഷി പോലെയുള്ളവയോ ഒക്കെ ഉപയോഗിക്കുമ്പോൾ ഈ കണ്ണുനീർ ലെയർ ഉൽപ്പാദിപ്പിക്കപ്പെടുന്നില്ല. ഇത് ഡ്രൈ ഐസിന് കാരണമാകും. അതുപോലെ നേരത്തെ പറഞ്ഞതുപോലെ സ്ക്രീനിലേക്ക് നോക്കുന്നതും ഒരു പ്രധാന പ്രശ്നമാണ്. ഒരുപാട് സമയം സ്ക്രീൻ ടൈം സ്പെൻഡ് ചെയ്യുമ്പോൾ കണ്ണിന് സ്വാഭാവികമായിട്ട് ഡ്രൈനെസ് വരുന്നു. അതുപോലെ തന്നെ പ്രധാനമാണ് വൈറ്റമിൻ എ കുറയുന്നതും ഡ്രൈ ഐസിൻ്റെ ഒരു പ്രധാന കാരണമാണ്. കണ്ണ് ചിമ്മുന്നത് കുറയുമ്പോൾ ഡ്രൈ ഐസ് വരുന്നു. കണ്ണിന് ചെറിയ മഞ്ഞ നിറം ഉണ്ടാവാം, കണ്ണിൽ പൊടി പോയതുപോലെ അസ്വസ്ഥത ഉണ്ടാവും, ചൊറിച്ചിലുണ്ടാവും, കണ്ണിലെ വശത്തായി ചുവപ്പ് നിറം വരുന്നതായിട്ട് കാണാം, കണ്ണിന് പൊതുവെ അസ്വസ്ഥതയുണ്ടാവും. കണ്ണിൻ്റെ പ്രശ്നം കണ്ടുപിടിക്കാനുള്ള ചില ടെസ്റ്റുകളുമുണ്ട്. ഒന്ന് ഷിമോസ് ടെസ്റ്റാണ്, രണ്ടാമതായിട്ട് TBUT എന്ന ടെസ്റ്റുണ്ട്. ഇത് കണ്ണുനീർ എത്ര പെട്ടെന്ന് ആവിയായി പോകുന്നു എന്നറിയാൻ കഴിയുന്ന ഒരു ടെസ്റ്റാണ്. അതുപോലെ സ്ഥിരമായിട്ട് കണ്ണട യൂസ് ചെയ്യുന്നവർ ഇതിൻ്റെ പവർ വ്യത്യാസം വരുന്നുണ്ടോ എന്ന് ഇടയ്ക്ക് ശ്രദ്ധിക്കണം. ഇടയ്ക്ക് കണ്ണൊന്ന് ടെസ്റ്റ് ചെയ്യുന്നത് നന്നായിരിക്കും. ഗ്ലാസ്സിലെ പവറിലുണ്ടാകുന്ന വ്യത്യാസം ഈ ഒരു പ്രശ്നം വരാതിരിക്കാൻ പ്രധാനമാണ്. അതുപോലെ തന്നെ ഒരു 20-20-20 റൂൾ എന്ന് പറയുന്ന ഒന്നുണ്ട്. അതായത് 20 മിനിറ്റ് സ്ക്രീൻ ടൈം നോക്കിയാൽ 20 അടി ദൂരത്തിലേക്കുള്ള വസ്തുവിൽ വെച്ച് 20 തവണ കണ്ണ് അടച്ചു തുറക്കണം. ഇങ്ങനെ ചെയ്യുന്നതും കണ്ണിൻ്റെ ഹെൽത്തിന് നല്ലതാണ്. പിന്നെ ഐ ഡ്രോപ്സ് ഒക്കെ യൂസ് ചെയ്യുമ്പോൾ എപ്പോഴും ഡോക്ടറുടെ നിർദ്ദേശപ്രകാരം മാത്രം യൂസ് ചെയ്യുക. അതുപോലെ തന്നെ ഈ ടെസ്റ്റുകളൊക്കെ ചെയ്യുമ്പോഴും എപ്പോഴും ഡോക്ടറുടെ നിർദ്ദേശപ്രകാരം മാത്രം ടെസ്റ്റുകൾ ചെയ്യുക. കണ്ണിൽ എപ്പോഴും ഹോം മെയ്ഡായിട്ടുള്ള ശുദ്ധമായിട്ടുള്ള കൺമഷി യൂസ് ചെയ്യാൻ ശ്രമിക്കുക. അതുപോലെ ഇടയ്ക്കിടയ്ക്ക് കണ്ണൊന്ന് കഴുകുന്നത് നന്നായിരിക്കും. കണ്ണ് കഴുകുമ്പോൾ തണുത്ത വെള്ളത്തിൽ കഴുകാതെ ഇളം ചൂടുള്ള വെള്ളത്തിൽ കണ്ണ് കഴുകുന്നത് നല്ലതാണ്. കണ്ണിലേക്ക് വെള്ളം ഒഴിച്ച് കഴിയുമ്പോൾ വളരെ ശക്തിയോടുകൂടി വെള്ളം ഒഴിക്കാൻ പാടില്ല. വളരെ ലൈറ്റായിട്ട് വെള്ളം ഒഴിച്ച് കഴുകാവുന്നതാണ്. അതുപോലെ ശ്രദ്ധിക്കേണ്ട ഒന്നാണ്, കണ്ണിന് വളരെ പ്രധാനമാണ് വൈറ്റമിൻ എ അടങ്ങിയ ഭക്ഷണങ്ങൾ. വൈറ്റമിൻ എ അടങ്ങിയ ഭക്ഷണങ്ങൾ സ്ഥിരമായിട്ട് ഉൾപ്പെടുത്താൻ ശ്രമിക്കുക. വൈറ്റമിൻ എ അടങ്ങിയ ഭക്ഷണങ്ങളിൽ പെട്ടതാണ് ക്യാരറ്റ്, അതുപോലെ മധുരക്കിഴങ്ങ്, ക്യാപ്സിക്കം, മസ്ക് മെലോൺ അഥവാ ഷമാം, മുട്ട, മാങ്ങ, എല്ലാ തരത്തിലുള്ള ഇലക്കറികളും ഇവയെല്ലാം തന്നെ വൈറ്റമിൻ എ റിച്ച് ആയിട്ടുള്ളതാണ്. ഇതെല്ലാം സ്ഥിരമായിട്ട് ഭക്ഷണത്തിൽ ഉൾപ്പെടുത്താൻ ശ്രദ്ധിക്കുക. ഈ ഒരു വീഡിയോ എല്ലാവർക്കും ഇൻഫോർമേറ്റീവ് ആകും എന്ന് പ്രതീക്ഷിക്കുന്നു. മറ്റൊരു വീഡിയോയുമായി വരുന്നതുവരെ എല്ലാവർക്കും നന്ദി, നമസ്കാരം.